PSCയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ PSCയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കോലാഹലങ്ങൾ മാത്രമാണ്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും അതുപോലെ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് KV പ്രമോദിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രീതി അനുസരിച്ച്, ഞങ്ങളുടെ പാർട്ടി ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങളിത് പരിശോധിച്ചു. അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിനും പാർട്ടിയുടെ അച്ചടക്കത്തിനും പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിന്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളും പിന്നെ ഈ കൊടുത്തിട്ടുള്ള കോലാഹലങ്ങൾ പോലെയൊന്നല്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏകകണ്ഠമായി ഏകമനസ്സാലെ കൈക്കൊണ്ടിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അംഗമല്ലാത്ത പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയും കാലമായിട്ട് ജീവിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ശ്വാസം പോലെ കൊണ്ടു നടന്നല്ലേ. അപ്പോൾ ഇനി ശ്വാസം വലിക്കേണ്ട എന്ന് പറയുമ്പോൾ അയാളത് മരണതുല്യമായിട്ട് കേൾക്കും. അപ്പോൾ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതിന്റെ ഉത്തരം അവസാനത്തെ തുള്ളി ആ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുമ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ പറയണം. ഒരു മനുഷ്യന്റെ ജീവനാണ്. ആ ജീവന് അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കും. ആ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ഇനി മതി, ശ്വാസം അടച്ചേക്കും എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തുള്ളി വെള്ളത്തിനകത്ത് എന്ത് ചെയ്യരുത്, വിഷം ചേർക്കാൻ പാടില്ല. വിഷം ചേർത്ത് കഴിഞ്ഞാൽ മരണപ്പെട്ടല്ലോ. അതായത് എൻ്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്താക്കിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു എന്നാണ്. എൻ്റെ ജീവിതമാണ് പോയത്. ആ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത്. 22 ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടോ? അത് ഈ സമൂഹത്തിനോട് പറയണം. പാർട്ടി, അതായത് ഒരു സഖാവ് എന്ന നിലയ്ക്ക് എൻ്റെ അടുത്ത്, എൻ്റെ നാട്ടിനകത്തുള്ള എൻ്റെ പാർട്ടിക്കാർ മാത്രമല്ല, എതിരാളികളായ മനുഷ്യരും എതിർ പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും എൻ്റെ വീട്ടിനകത്ത് വരാറുണ്ട്, സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ആ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർ പറയുന്ന വിഷയം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം, ജാതി ഒന്നും നോക്കാറില്ല. എൻ്റെ വീടിന് ഗേറ്റ് ഇല്ല. 24 മണിക്കൂർ എൻ്റെ വീട്ടിനകത്തേക്ക് പല കാര്യത്തിന് ആൾക്കാർ വരും. ആ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞാൻ സഹായം നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയത് ഒരു സഖാവ് എന്ന നിലയ്ക്കാണ്, ഒരു മനുഷ്യനെ നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സഹായം ഞാൻ നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, സംഘടനാപരമായ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതും പറയണ്ടേ? അത് അറിയണോ? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാളെ നിങ്ങളെ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത കുറ്റം എന്ന നിലയ്ക്ക് ഇങ്ങനെ വായിക്കില്ലേ? ആ വായിക്കണം. നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു, നിങ്ങൾ കോഴ നടത്തി, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് നടത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അയാളെ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് എന്തുണ്ടാവും? പുതിയ കാലത്ത് വാട്സപ്പ്, ഇമെയിൽ, സ്നാപ്ചാറ്റ്, മെസ്സേജ്, ഫോൺ കോളുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ പറയുന്ന 22 ലക്ഷം കോഴയുടെ വർത്തമാനം ഏതെങ്കിലും ഒരു ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോടോ പറഞ്ഞ സോളിഡ് പ്രൂഫ്, തെളിവ് കൊണ്ടുവരട്ടെ. എന്റെ ശബ്ദം പറയണ്ടേ? പറയണം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PSC കോഴയിൽ മുഖം നഷ്ടപ്പെട്ട് നട്ടം തിരിഞ്ഞ് CPM. 22 ലക്ഷം വാങ്ങിയെന്ന് പരാതി ഉയർന്ന ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിക്ക് പുറത്ത്. ഉടൻ തന്നെ പ്രമോദ് കോട്ടൂളി എന്ന ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അമ്മയ്ക്കൊപ്പം പാർട്ടിയെ വെല്ലുവിളിച്ച് സമരം. ആർക്ക് എപ്പോൾ എത്ര പണം നൽകിയെന്ന് പാർട്ടി ബോധ്യപ്പെടുത്തണമെന്ന് പ്രമോദ്. മുഖം രക്ഷിക്കാനായി ഒരു പരാതിയുമില്ല, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതിന് നടപടിയെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി. അങ്ങനെയെങ്കിൽ എന്ത് കളങ്കം, എങ്ങനെ? ഉത്തരമില്ല.
ജനങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ട പാർട്ടി തിരുത്താൻ ഇറങ്ങുമ്പോൾ ഇരുട്ടടി കിട്ടുന്നതാണ് കോഴിക്കോട് കാണാനാകുന്നത്. PSC അംഗ നിയമനത്തിനായാലും ജോലിക്കായാലും കോഴ വാങ്ങിയോ ഇല്ലയോ, എന്താണ് പരാതി, ആർക്കാണ് പരാതി, ആര് പരാതി നൽകി, ഇതൊക്കെ എന്തിന് പാർട്ടി മറയ്ക്കുന്നു? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ CPM ഔദ്യോഗികമായി പ്രതിനിധിയെ അയക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് CPM സഹയാത്രികനായ ഡോക്ടർ B ജയരാജാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ സേനാപതി വേണു എന്നിവരും പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുകയാണ്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇത് അസാധാരണമായ ഒരു സംഭവമായി CPM-ൽ മാറുകയാണ്. PSC കോഴ 22 ലക്ഷത്തിന്റെ, അത് PSC അംഗത്തെ നിയമിക്കുന്നതിനായാലും ജോലിക്കായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണല്ലോ. പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു കോഴ ഇടപാട് നടന്നിട്ടുണ്ട്, പരാതിയുണ്ട്, ഇതെല്ലാം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണല്ലോ. ഇപ്പോൾ പാർട്ടി ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ എടുത്തിരിക്കുന്ന നടപടി. എന്നിട്ടും പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുകയാണ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതിനും പാർട്ടിയുടെ ഭരണഘടന അനുസരിക്കാതിരുന്നതിനും ആണ് ഈ നടപടി എന്ന്. എന്താണ് ഈ പാർട്ടി പറയുന്നത്? ശ്രീ മഞ്ജുഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, ശ്രീ പ്രമോദ് കോട്ടൂളിക്കെതിരെ ഒരു നടപടി CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഈ ഒരു വിഷയത്തിന്റെ പേരിലാവില്ല, നേരെ മറിച്ച് അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചു എന്ന പേരിലാകും അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷാ നടപടി എന്നാണ് പറഞ്ഞിരുന്നത്. അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ജോത്സ്യമൊന്നുമല്ല, നേരെ മറിച്ച് CPM ആണ് പാർട്ടി. അപ്പോൾ CPM ഈ രീതിയിൽ മാത്രമേ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാറുള്ളൂ എന്നുള്ള മുൻ ചരിത്രം കൊണ്ടാണ്. CPM-ന് ഒരിക്കലും അവിടെ ഉയരുന്ന ഒരു ആരോപണം എന്താണ് എന്നതിനെപ്പറ്റി സമ്മതിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള പാർട്ടിയല്ല. നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ മുമ്പ് CPM-കാരൊക്കെ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന സമയത്ത് പോലും അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പോരായ്മ, ഏതെങ്കിലും ഒരു വീഴ്ച ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സമ്മതിക്കുകയും കുറ്റമേൽക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഏതൊരു പാർട്ടിയാണെങ്കിലും ഏതൊരു സർക്കാരാണെങ്കിലും ശരിയായിട്ടുള്ള കുറേയധികം തീരുമാനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ള ഒരു അഭിലഷണീയമല്ലാത്ത രീതിയിലുള്ള പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. പല പ്രവർത്തകരും ആ രീതിയിലത്തേക്കൊക്കെ പോകാറുണ്ട്. കാരണം കുറേയധികം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഭരണമാണെങ്കിലും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തനമാണെങ്കിലും. പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല. ഇവരെല്ലാം തന്നെ ഹരിശ്ചന്ദ്രന്മാരാണ്. ഇവർക്കൊന്നും തന്നെ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന പരിപാടികളില്ല, അനാവശ്യമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്ന പരിപാടികളില്ല, കോഴയില്ല എന്നൊക്കെ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം തന്നെ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ പാർട്ടി നേതൃത്വത്തിനെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പോലും ആ ഒരു സാഹചര്യത്തിലാണ്. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ ശ്രീ മോഹനൻ മാഷ് പറയുന്നത് മാധ്യമങ്ങളും, അത് വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ മറ്റു പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഇറക്കിയിരിക്കുന്ന കോലാഹലം എന്ന രീതിയിലാണ് ശ്രീ പ്രമോദിനെതിരെ. പറഞ്ഞോട്ടെ, ആ കോലാഹലം എന്ന് പറഞ്ഞത് P മോഹൻ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തുറന്നു പറയണം എന്താണ് ആ പാർട്ടിയിൽ നടന്നത് എന്ന്. പരാതിയില്ലെങ്കിൽ ആ പരാതി ഇല്ല എന്ന് പറയേണ്ടത് P മോഹനൻ മാത്രമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറയണം ഒരു പരാതിയും ഇല്ല എന്ന്. ഇപ്പോൾ പരാതി ഉള്ളത് കൊണ്ടാണല്ലോ വിശദീകരണം ചോദിച്ചത്. സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. അത് ആ പ്രമോദ് കോട്ടൂളി എന്ന നടപടി നേരിട്ട ഏരിയ കമ്മിറ്റി അംഗം തന്നെ പറയുകയാണ്, ആ ഒരു എന്താണ് തനിക്കെതിരെയുള്ള പരാതി എന്ന് പറയുക. എന്നോട് വിശദീകരണം ചോദിച്ചത് ഈ 22 ലക്ഷത്തിന്റെ കാര്യമാണ്. പക്ഷേ ആരെപ്പോൾ എങ്ങനെ ഈ പണം നൽകിയെന്ന് എന്നോട് പറയണം. ഇതാണ് ഈ പ്രമോദ് കോട്ടൂളി പറയുന്നത്. അപ്പോൾ ആരോട് പറയും? എന്തായാലും ഇത് ഉണ്ടായ കാര്യമാണ്. ഇത് പാർട്ടി കോടതി അന്വേഷിച്ചാൽ പോരാ, ഇത് പോലീസിലേക്ക് എത്തേണ്ട കാര്യമാണല്ലോ. ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പരാതി കൊടുത്തതാണ്, നിയമസഭയിൽ മുഖ്യമന്ത്രി സമ്മതിച്ച കാര്യവുമാണ്, ഒരു FIR പോലുമില്ല. അല്ല ശ്രീ മഞ്ജുഷ്, ഇതിൽ മാധ്യമ കോലാഹലം അല്ലെങ്കിൽ മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം കൂടി ഉണ്ടാക്കിയ കോലാഹലം എന്ന് പറയുന്ന സമയത്ത് മാധ്യമങ്ങളോ വലതുപക്ഷമോ അല്ലല്ലോ ശ്രീ പ്രമോദ് കോട്ടൂളി. അപ്പൊ CPM അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായിട്ട് അവതരിപ്പിച്ചതിന് ശേഷവും ഒരുപക്ഷെ അത് കേൾക്കുന്നില്ല.
അദ്ദേഹം അനീതിക്ക് പാത്രമാണ്, എന്തുകൊണ്ടാണ് ഈ രീതിയിലത്തേക്ക് ഒരു നടപടിയെടുത്തത് എന്നതിനെപ്പറ്റി ഈ കോലാഹലം ഉണ്ടാക്കുന്ന ആൾക്കാരെയല്ല പ്രമോദ് കോട്ടൂളിയെ പോലും ബോധിപ്പിക്കാനായിട്ട് CPM-നോ ശ്രീ പി മോഹനനോ സാധിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനെതിരെ എന്തോ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയുന്നു. അവസാനം പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയിരിക്കുന്നു, അച്ചടക്ക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം തന്നെ ഒരാളിനെ റദ്ദാക്കണമെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് പലപ്പോഴും ഗുരുതരമായിരിക്കണം. പാർട്ടിയിൽ നിന്ന് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ടി പറയുന്ന രീതിയിലുള്ള മിതവ്യയം ശീലിക്കാതെ മറ്റു വലിയ രീതിയിൽ ആർഭാടമായിട്ട് ജീവിച്ചു എന്ന രീതിയിലൊക്കെ തന്നെ പല ആൾക്കാർക്കെതിരെ പാർട്ടി ഇതിനു മുമ്പ് നടപടിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ നടപടിയെടുക്കുന്ന സമയത്ത് എല്ലാവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടുന്ന രീതിയിലുള്ള അത്രയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വലിയൊരു ക്രൈം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കുറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമുണ്ട്. എന്നാൽ അത് ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തപ്പെട്ട് കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് പോലെയോ ഉള്ള ഒരു കോഴ വിഷയമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഈ പ്രമോദിന്റെ പ്രതികരണം വന്നിരിക്കുന്നു എന്ന് നോക്കൂ. പ്രമോദിന്റെ പ്രതികരണം പ്രത്യക്ഷത്തിൽ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പങ്കുള്ള മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം പറയേണ്ടി വരുന്നത് തനിക്ക് തന്റെ അമ്മയെ, തന്റെ ഭാര്യയെ, തന്റെ മക്കളെ ഒക്കെ തന്നെ ബോധിപ്പിക്കേണ്ടത് കാര്യമുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ തനിക്കെതിരെ തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് പാർട്ടി എടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ 20-22 ലക്ഷമോ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് എന്നും 60 ലക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുമാണ്. അത് ന്യായവുമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള പല നിയമനങ്ങളാണെങ്കിലും ട്രാൻസ്ഫറുകളാണെങ്കിലും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഇടപെട്ടുകൊണ്ട് അതൊക്കെ പണം വാങ്ങിയിട്ടൊക്കെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യം കൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കാറുള്ളതാണ്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘടകത്തിലുള്ള ഒരു നേതാവിന് 60 ലക്ഷം രൂപ നൽകണം, അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാതെ 20 ലക്ഷം രൂപ കൊടുക്കാനൊക്കെ വെട്ടികളല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ കുറച്ചുകൂടി ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരിക്കണം. അവർ വഴിയാണ് അല്ലെങ്കിൽ അവരിലേക്കാണ് ഈ പണം പോകുന്നത് എന്നുള്ള ഉറപ്പൊക്കെ മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് ഈ പണം വാങ്ങിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് ഈ പണം വാങ്ങിയത് എന്നാണല്ലോ, അങ്ങനെയാണ് ആ പരാതിയിൽ പറയുന്നത് എന്നാണ്. അതുകൊണ്ടാണല്ലോ റിയാസ് തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഘടകത്തിൽ പരാതി കൊടുത്തതും സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വത്തോട് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ജില്ലാ നേതൃത്വത്തിന്റെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതും സംസ്ഥാന ഘടകത്തിന് അതൃപ്തിയുണ്ട് ഇതിൽ, അതും വിവരങ്ങളാണ് ഇതൊന്നും പക്ഷേ പാർട്ടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരുടെ പേരിൽ പണം വാങ്ങി എന്ന കാര്യവും ഒക്കെ അവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. മഞ്ജുഷ്, അവിടെ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമാണ്. കാരണം ഈ രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഫലം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളാണെങ്കിലും സംസ്ഥാന നേതാക്കളാണെങ്കിലും പ്രതികരിച്ച രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. പതിവായിട്ട് അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ എങ്ങനെയാണോ തടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അതേ വാദമുഖങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മുഹമ്മദ് റിയാസിനെ കരിവാരി തേക്കാനുള്ള ശ്രമം നടക്കുന്നു, ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പതിവ് നമ്പറുകളാണ് അവർ ഇറക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണത്തിന്റെ എത്രത്തോളം വലിയ ഗൗരവാവസ്ഥയാണ് അതിനുള്ളത് എന്നതിനെപ്പറ്റി പരിഗണിക്കാതെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ആൾക്കാർ പോലും അതിനെ ആദ്യം തന്നെ നെഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന രീതിയിലത്തേക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ശ്രമിച്ചത്. അല്ലാതെ ഒരു ആരോപണം ഉണ്ട് എങ്കിൽ ശരിയാണ്, ഞങ്ങളിത് നോക്കട്ടെ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ബോധ്യമായിട്ടുള്ള, പരാതിക്കാരന് ഇവിടെ ബോധ്യമായിട്ടുള്ള, മാധ്യമങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള ഒരു വിഷയത്തിനെ പറ്റി, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിന്റെ പെരുമാറ്റത്തെ പറ്റി ഈ പാർട്ടിക്ക് ഇത്രയും നാളും ഒന്നും അറിയില്ലായിരുന്നു. അത്രത്തോളം പാവപ്പെട്ട ആൾക്കാരാണ്, വളരെ നൈവായിട്ടുള്ള ആൾക്കാരാണ് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണോ നമ്മൾ അറിയേണ്ടത്. അപ്പൊ ഇവിടെ എന്തിന്റെ രീതിയിലാണ്, എന്ത് കാര്യത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ CPM-ന്റെ പതിവായിട്ടുള്ള അവരുടെ നേതാക്കന്മാരുടെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്നത് 7 മണിക്ക് ശേഷമാണ്. ഇപ്പോൾ പകലാണ് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പകലാണ് എന്ന് വിശ്വസിക്കുന്നതിനും അത് രാത്രിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കാനും തയ്യാറായിട്ടുള്ള നിരവധി അന്തം അണികൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ മറ്റുള്ള ആൾക്കാരെല്ലാം വെറും പൊട്ടന്മാരല്ല എന്ന് CPM-ന്റെ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് അവരോട്. അത് പൊട്ടന്മാരാക്കുന്ന വിധത്തിലാണ് ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നത്. ഈ പാർട്ടിയുടെ ഭരണഘടന ലംഘിച്ചു, പാർട്ടിക്ക് സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ആര് വിശ്വസിക്കാനാണ്? ഇത് പാർട്ടിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. പക്ഷേ
എനിക്കും കൂടി ബോധ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗം രംഗത്തെത്തുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. പാർട്ടിയെ വെല്ലുവിളിക്കാൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തിന് കഴിയുന്നുണ്ടെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുവാനുള്ള കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട് എന്ന് തന്നെ ബോധ്യമാകേണ്ടി വരും. വെല്ലുവിളി ഒന്നുകൂടെ കേൾക്കാം പ്രമോദ് കോട്ടുളിയുടെ. അതായത് ഞാൻ ആദ്യം മകനാണായത്, ഇതിന് ശേഷമാണ് സഖാവായത്. എനിക്ക് എൻ്റെ അമ്മയാണ് ബോധ്യപ്പെടുത്തുന്നത്. രക്ഷിതാവിന് അത് മക്കളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ പോയി ആ പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരം ഇരിക്കുകയായിരുന്നു ഈ പ്രമോദ് കോട്ടുളിയും അമ്മയും. സമരം നിർത്തി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിലും ഈ വെല്ലുവിളി തുടരുവാൻ തന്നെയാണ് സാധ്യത. ശ്രീ സേനാപതി വേണു, CPM പറയുന്ന ന്യായം എന്താണെന്ന് ഊഹിക്കാവുന്നതാണല്ലോ. ആർജവമുള്ള പാർട്ടിയാണ് ഇത്. പരാതി ഉയർന്നപ്പോൾ നടപടി ഉണ്ടായി. മറ്റു പാർട്ടികൾക്ക് ഇത് മാതൃകയാണ്. സ്വാഭാവികമായിരിക്കും അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇന്നെന്തായാലും പാർട്ടി നേതാക്കളെ ചർച്ചയ്ക്ക് വിടേണ്ട എന്ന് AKG സെന്ററിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങൾ ഇത് തന്നെയായിരിക്കും പറയുക. പക്ഷെ ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ 2 ദിവസം എന്തൊക്കെ ന്യായീകരണമായിരുന്നു. ഒരു പരാതിയുമില്ല. ആർക്കാണ് പരാതി? ആ പരാതിയുടെ പകർപ്പൊന്ന് പുറത്തുവിട്ട് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് എത്ര നേതാക്കളാണ് ന്യായീകരിക്കാൻ വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ന്യായീകരണമുണ്ടല്ലോ, പാർട്ടി നടപടിയെടുത്തു എന്നുള്ളത്, അതവർക്ക് ഉന്നയിക്കാൻ പറ്റുമല്ലോ. ഇവിടെ മഞ്ജുഷെ ഉത്തരം കിട്ടേണ്ട കുറെ സമസ്യകൾ ഇവിടെയുണ്ട്. ഒന്ന്, ഈ KV പ്രമോദ് എന്ന് പറയുന്ന പ്രമോദ് കോട്ടൂളി CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ്. 300-400 ഏരിയ കമ്മിറ്റികളുണ്ട്. അതിനകത്തെ ഒരു അംഗം മാത്രമാണ്, ഒരു ഏരിയ സെക്രട്ടറി പോലും അല്ല. അപ്പൊ ഈ ആളെ വിശ്വസിച്ച് ഡോക്ടർ ദമ്പതിമാര് അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അവർ നുണ പറയുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടിയോ ആണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പണം കൊടുത്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ 22 ലക്ഷം രൂപ കൊടുത്ത് PSC-യിൽ അംഗത്വം നേടാൻ തക്ക ഒരു കീ പൊസിഷനിൽ പാർട്ടിയിൽ ഇരിക്കുന്ന ആളല്ല ശ്രീ പ്രമോദ്. ഒരു ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി പോലുമല്ല. അപ്പോ ഇദ്ദേഹത്തിന് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പാട്രണേജ് ഏറ്റെടുത്തുകൊണ്ടാണ് അവരുടെ ഏജന്റോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളോ ആയിട്ടാണ് ഇദ്ദേഹം ഈ പൈസ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഒരു PSC-യിൽ അംഗത്വം നേടിക്കൊടുക്കാൻ തക്ക സ്വാധീനമൊന്നും CPM-ൽ അല്ലെങ്കിൽ ഒരു കീ പൊസിഷനിലൊന്നും ഇരിക്കുന്ന ആളല്ല. അപ്പൊ ഇവിടെ ഒരു ഗൗരവമായ ഒരു അന്വേഷണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് പാർട്ടി കോടതി അന്വേഷിച്ചാൽ പോരാ. ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആര് കൊടുത്ത ഉറപ്പിന്റെ ബലത്തിലാണ് ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന KV പ്രമോദ് ഈ 22 ലക്ഷം രൂപ, 60 ലക്ഷമാണ് വില പേശിയിരിക്കുന്നത്, 22 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് എന്ന്. ഇവിടെ കൗതുകകരമായിട്ടുള്ള കാര്യം, ഇന്ന് പരാതി ഉന്നയിച്ച ആളിന്റെ വീടിന് മുമ്പിൽ പ്രതി സത്യാഗ്രഹം ഇരിക്കുകയാണ്. പ്രതിക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കാനായിട്ട് ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു നീക്കം ഉണ്ടായിരുന്നു. കഞ്ചാവ് പിടിച്ച പ്രതിക്ക് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ DYFI-കാരൻ സമരം ചെയ്യാൻ പോകാനായിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ വിചിത്രമായ കാഴ്ചകളാണ് ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുന്നത്. 22 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ മുമ്പിലാണ് ഇപ്പൊ പണം വാങ്ങി എന്ന് പറയുന്ന ആള്. ആരാണ് പണം തന്നത്, എവിടെ വെച്ചാണ് തന്നത്, എപ്പോഴാണ് തന്നത്, ഈ ഉത്തരങ്ങൾ ചോദിച്ചുകൊണ്ട് പണം കൊടുത്ത ആളിന്റെ വീട്ടിന്റെ മുമ്പിൽ പ്രതി സമരം ചെയ്യുന്ന വിചിത്രമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ ഇപ്പം പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കിയതിന് മോഹനൻ മാസ്റ്ററുടെ താത്വികമായ അവലോകനമൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇത് CPM-നെ സമീപകാലത്ത് ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ രോഗത്തിന്റെ പുറത്തേക്ക് വരുന്ന ചില ലക്ഷണങ്ങൾ മാത്രമാണ് മഞ്ജുഷെ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരിയല്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു അപജയം, ആ അപജയത്തിന്റെ ഒരു 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 എന്താ പറഞ്ഞ പ്രതിഫലനം മാത്രമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നമുക്ക് വർത്തമാന കാലത്തുള്ള ഒരു ആക്ഷേപം എന്ത് എന്ന് ചോദിച്ചാൽ, AK ഗോപാലൻ 1977 പാർട്ടി സമ്മേളനത്തിൽ കൊടുത്തൊരു മുന്നറിയിപ്പുണ്ട്. അനഫലഷണീയരായ പലരും നമ്മുടെ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ആ മുന്നറിയിപ്പ് കൊടുത്തത് ഇപ്പോൾ അത് വളരെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് അനഭിലഷണീയരായ ആളുകൾ ഈ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പണസമ്പാദനമാണ്. ആ പണം സമ്പാദനത്തിന് ഏത് മാർഗം വേണമെങ്കിലും അവർ സ്വീകരിക്കും എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു 10 കൊല്ലം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേട്ടതെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ ഇല്ലേ 10-20 കൊല്ലം മുമ്പ്. ഇപ്പോ ഇതൊന്നും ഒരു ആരോപണമല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടി എന്താ പറഞ്ഞ ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ധനസമ്പാദനം എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു 4-5 അവസരങ്ങൾ വന്നു. ഒന്നാമത്തത് ചാരായ നിരോധനം. 1994 ശ്രീ AK ആന്റണി നടത്തിയ ചാരായ നിരോധനം. ആ ചാരായ നിരോധനത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വ്യാജമദ്യം വിൽക്കുന്നവരുടെ എല്ലാം
പിതൃത്വം അത് CPM ഏറ്റെടുത്തു. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും എക്സൈസ് ഓഫീസിലാണെങ്കിലും അവര് വ്യാപകമായ രീതിയിൽ നാട്ടിൽ വിറ്റോട്ടെ, അതിനുള്ള കമ്മീഷൻ പാർട്ടിക്ക് കിട്ടിയാൽ മതി, പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെയാണ് മണിച്ചൻ വി സത്യനേശന് അന്നത്തെ കാലത്ത് 30 ലക്ഷം രൂപ കൊടുത്തു എന്ന ആരോപണം. ശ്രീജിത്ത് പണിക്കരൻ അറിയാം, അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. സത്യനേശനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം. അന്ന് ഈ മദ്യ ലോബിയാണ് CPM-ന്, ഇന്നും അവരെല്ലാം CPM-നോടൊപ്പം ഉണ്ട്. രണ്ടാമത് CPM-ന് കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് മണൽ ലോബിയാണ്. നമ്മുടെ നാട്ടിൽ മണൽ വാരൽ നിരോധിച്ചു. ഏതെങ്കിലും കെട്ടിടം പണിയുന്നതിന് മണൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? ഇതെല്ലാം CPM-ന്റെ പാർട്ടി ആഫീസോ അവരടങ്ങുന്ന ലോബിയും എവിടെ നിന്ന് മണൽ വാരണം, ഏത് ലോറിയിൽ കൊണ്ടുപോകണം, ഏത് കരാറുകാരൻ വാരണം, ഇതെല്ലാം അവർ തീരുമാനിച്ചിരിക്കുക. മൂന്നാമതായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് മണ്ണ് എടുക്കുന്നത് നിരോധിച്ചു. എല്ലാ പാടം നികത്തുന്നതും മണ്ണെടുക്കുന്നു. ഈ മണ്ണെടുക്കലിനെല്ലാം കൃത്യമായി പടി അത് CPM-ന്റെ ഓഫീസിൽ ചെല്ലുന്നു, കൃത്യമായിട്ട് ചെല്ലുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെല്ലുക. അടുത്തത് CPM-ന്റെ മണി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ക്വാറിയാണ്. ഏതാണ്ട് 1200ഓളം അനധികൃത ക്വാറികൾ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഈ ക്വാറികൾക്കെല്ലാം സംരക്ഷണം കൊടുത്ത് ഏരിയ കമ്മിറ്റിക്ക് ഇത്ര, ലോക്കൽ കമ്മിറ്റിക്ക് ഇത്ര, ഇന്ന നേതാവിന് ഇത്ര, ഇങ്ങനെ പണം സമ്പാദനത്തിന്, ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി CPM-ന്റെ പല പ്രവർത്തകരും നേതാക്കളും മാറുമ്പോൾ ഇതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല. പക്ഷേ ശ്രീ സേനാപതി വേണു, ഇവിടെ ഈ പോലീസിന് കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ. ആ പരാതിയുടെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങളും ഇത് ശരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇത് പോലീസിലേക്ക് പോകേണ്ട പരാതിയാണല്ലോ, ഇത് നിസ്സാര കാര്യമല്ല. ഇവിടെ ഇപ്പൊ ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഈ കേസിനകത്ത് പോലീസിന് നിയമപരമായിട്ട് കേസെടുക്കാൻ ഒരു മാർഗവുമില്ല. ഇതിനകത്ത് യഥാർത്ഥത്തിൽ പണം കൊടുത്ത ആൾ പറയണം എന്റെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 420 ചീറ്റിങ്ങിന് ഒരു കേസ് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പുറത്തു നിൽക്കുന്ന ഒരാള് ഇതിനകത്ത് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തന്റെ ഇടമുണ്ടെങ്കിൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഇവരെ രണ്ടു കൂട്ടരെയും ലൈ ഡിറ്റക്ടിംഗ് ടെസ്റ്റിന് എന്ന് പറഞ്ഞാൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ. അതും ഇപ്പം നമ്മുടെ KG ബാലകൃഷ്ണന്റെ പഴയ ഒരു വിധി പ്രകാരം പ്രതിയുടെ സമ്മതം ഉണ്ടെങ്കിലേ അയാളുടെ നുണപരിശോധന നടത്താൻ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചില നീതിപീഠത്തിന്റെ ചില വിധികളിലൂടെ. ഞാൻ അതിനെയല്ല ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഡോക്ടർ ദമ്പതികൾ പറയുന്നത് നുണയാണെങ്കിൽ അവരെ പരിശോധന നടത്തട്ടെ. ഇനി പ്രമോദ് കോട്ടോളി ആണെങ്കിൽ പറയുന്നതെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഞാനൊരു നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഞാനിത് മേടിച്ചിട്ടില്ല എന്ന്. ഇതൊന്നും പറയുന്നില്ലല്ലോ. ഇദ്ദേഹം പ്ലക്കാർഡുമായിട്ട് അദ്ദേഹവും അമ്മയും ബന്ധുക്കളുമായി ഈ ഡോക്ടർ ദമ്പതിമാരുടെ വീടിന് മുമ്പിൽ പോയിരുന്നിട്ട് ആര് മേടിച്ചു, എപ്പോൾ മേടിച്ചു, എവിടെ വെച്ച് മേടിച്ചു എന്നുള്ളതാണ്. ഞാൻ മഞ്ജുഷ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇനി ഈ കൈക്കൂലി കൊടുത്തത് ഇല്ലെങ്കിൽ ഇത് കൊടുത്തത് ഇതൊന്ന് വർക്കൗട്ട് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ 22 ലക്ഷം എന്നുള്ള 60 ലക്ഷം കൊടുത്ത് ഈ ഡോക്ടർ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ ഒരു PSC അംഗമായിരുന്നു എന്ന് വിചാരിക്കുക. 60 ലക്ഷമല്ല 22 ലക്ഷം ആയിക്കോട്ടെ, കൈക്കൂലി കൊടുത്തവൻ അവൻ പിന്നെ എന്താണ് 22 ലക്ഷത്തിന് പകരം 22 കോടി സമ്പാദിക്കാൻ, 60 ലക്ഷത്തിന് പകരം അവൻ ചിലപ്പോൾ 6 കോടി സമ്പാദിക്കാൻ. എങ്ങനെയാ സമ്പാദിക്കുന്നത്? മുമ്പ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒരു SI-യുടെ പോസ്റ്റിന് വേണ്ടി 1 കോടി രൂപയ്ക്ക് ലേലം വിളി നടന്നുവെന്ന് ഒരു വാർത്ത പുറത്തു വന്നു. അതിന്റെ ശരിതെറ്റൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും യോഗ്യരായ, ഏറ്റവും ഉചിതരായ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ബോഡിയാണല്ലോ PSC എന്ന് പറയുന്നത്. അത് പരിശുദ്ധമായിരിക്കണം, കോടതി പോലെ, ദൈവത്തിന്റെ ആലയം പോലെ പരിശുദ്ധമായിരിക്കണം. കാരണം യോഗ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലെ അംഗം 60 ലക്ഷം രൂപ കൈക്കൂലി, ഇവിടെ 22 കൊടുത്തിരിക്കുന്നു. ഇനി അയാൾ ഒരു PSC അംഗമായാൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ PSC വഴി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉദ്യോഗാർത്ഥികൾ ആരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്? മഞ്ജുഷ, ഇത് എന്താ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കേരളം ഞെട്ടലോടുകൂടി കേൾക്കേണ്ട വാർത്തകളാ. ഇത് മുമ്പ് NCP-ക്കെതിരെ ഈ വാർത്ത കേട്ടു, എന്താ പറഞ്ഞേ, ജനതാദളിനെതിരെ ഈ വാർത്ത കേട്ടു, INL-നെതിരെ ഈ വാർത്ത കേട്ടു. ഇതൊക്കെ കേട്ടിട്ടും CPM പോലൊരു പാർട്ടി, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി, അവരുടെ യുവജന സംഘടനകളൊക്കെ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, ഇത് ഒതുക്കി തീർക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒതുക്കി തീർക്കലാണല്ലോ. ഇതിപ്പോൾ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തതിലൂടെ ഈ സംഭവം ഒതുക്കി തീർക്കുകയാണ്. കോട്ടൂളി പണം വാങ്ങിയെന്ന് പാർട്ടി സമ്മതിക്കുന്നു, പക്ഷെ അതിന് പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി പോകുന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ പാർട്ടി ഇത് വിചാരിച്ചില്ല എന്ന് തോന്നുന്നു. ഈ പ്രമോദ് കോട്ടൂളി പരസ്യമായിട്ട് രംഗത്ത് വരും എന്നുള്ള കാര്യം പാർട്ടി അങ്ങനെ കണക്ക് കൂട്ടി കാണില്ല. അതോ ഇനി അതുകൂടി കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നടപടിയാണോ എന്ന് അറിയാൻ പറ്റില്ല. പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്നാണല്ലോ അവർ വിചാരിച്ചേ. അങ്ങനെ അവസാനിച്ചിട്ടില്ലല്ലോ. ആ കുറ്റം അവിടെ ഇപ്പോഴും നിൽക്കുകയല്ലേ. കൈക്കൂലി കൊടുത്തിട്ടുള്ളതും കൈക്കൂലി മേടിച്ചിട്ടുള്ളതും ആരുടെ പേര് പറഞ്ഞാണ് മേടിച്ചിട്ടുള്ളത്, ആ കുറ്റകൃത്യം അവിടെ നിൽക്കുന്നു. പണം ചിലപ്പോൾ തിരിച്ചു കൊടുത്തിരിക്കാം. മോഷണം മുതൽ തിരിച്ചു കൊടുത്തു എന്നതുകൊണ്ട് മോഷണമല്ലാതായി മാറില്ലല്ലോ. അപ്പോ
ആ കുറ്റകൃത്യം ഇവിടെ നിലനിൽക്കുന്നു. ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതും അത് ആർക്ക് വേണ്ടിയാണ്, ആരാണ് ഈ പണം ആരുടെ കൈകളിലാണ് എത്തുന്നത് എന്നുള്ളത് സത്യസന്ധമായ ഒരു അന്വേഷണം അത് നടന്ന് ഇതിന്റെ സത്യം പുറത്തു വരണം. കാരണം ഈ നാട്ടിലെ ജനങ്ങളെ അങ്ങനെ CPM കബളിപ്പിക്കാൻ പാടില്ലല്ലോ. CPM പോലൊരു പാർട്ടി അവരുടെ എന്താ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം തിരുത്തലുകളിലേക്ക് പോകുമ്പോൾ അവര് ഈ രീതിയിലുള്ള എന്താ പറഞ്ഞ ഓട്ടയടക്കലുകളൊന്നും ഒരു അതുകൊണ്ട് കാര്യമില്ല. ഓട്ടയടക്കൽ കൊണ്ട് ഇവിടെ കാര്യമില്ല. അത് മാത്രമല്ല, ഇതിലൊരു പേര് കൂടി വന്നിട്ടുണ്ട്. അത് പേര് വലിച്ചിഴച്ചതാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടെങ്കിൽ കൂടി എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കൊടുത്ത പരാതി? അങ്ങനെ ഒരു പരാതി ഉണ്ടോ? അതിൽ ഈ കോക്കസ് ഉണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകണം. അല്ലാതെ ഇപ്പോഴും ഈ ഇരുമ്പുമറ വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു ഇരുമ്പുമറയാണല്ലോ ഇപ്പോൾ തകർന്നത്. തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിലൂടെ എത്ര കുതിര കയറാൻ വന്നാലും നിർത്താതെ റിപ്പോർട്ട് ചെയ്തതിലൂടെയാണല്ലോ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്, ഇങ്ങനെയൊരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നത്. പി മോഹൻ എത്ര തവണ പറഞ്ഞു അങ്ങനെ ഒരു പരാതിയില്ല എന്ന്. ഇപ്പോഴും പറയുന്നു പരാതിയില്ല എന്ന്. എന്നിട്ട് എങ്ങനെയാണ് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്? ആ ചോദ്യത്തിനാകട്ടെ ഉത്തരമില്ല. ശ്രീജിത്ത് പണിക്കർ, ഇതിൽ മുഹമ്മദ് റിയാസ് കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടതല്ലേ? എന്താണ് കോഴിക്കോട് പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും. കാരണം ശ്രീ മുഹമ്മദ് റിയാസിന്റെ തന്നെയാണെന്ന് തോന്നുന്നു മുമ്പ് ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടല്ലോ കുറച്ചു നാൾ മുമ്പ്. പാർട്ടിയിലൊരു കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലത്തേക്കും അതോടൊപ്പം തന്നെ കുറെ അധികം വിഭാഗീയതയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വിവരം തന്നെ പുറത്തു വരുന്നത് വിഭാഗീയതയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നും പ്രമോദ് കോട്ടൂളി ഇതിൽ ഇരയാക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഒരുപക്ഷെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഈ വിഷയമെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒക്കെ തന്നെ അവർ കൃത്യമായ രീതിയിലത്തേക്ക് അവരൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ശരിയായിരുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനവും അവർ നേരിടുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷൻ ഉണ്ടാകണമെന്ന രീതിയിലത്തേക്ക് ഒരു നിർദ്ദേശം വന്നതിന് ശേഷമാണ് അവർ പിന്നീട് നടപടിയിലേക്ക് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ കരുതുന്നില്ല പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ മാത്രം വിചാരിച്ച് ഈ രീതിയിൽ മറ്റൊരാളിനെ, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ദമ്പതിമാരെയൊക്കെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് 60 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഗഡു എന്ന രീതിയിലത്തേക്ക് 22 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അംഗത്വം നൽകാം എന്നൊന്നും പറഞ്ഞിട്ട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പറ്റിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളതല്ല. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അവിടെ അറിയേണ്ടത് മറ്റാരെയെങ്കിലും കാണിച്ചിട്ടാണോ, മറ്റാരുടെയെങ്കിലും ബന്ധുത്വം അല്ലെങ്കിൽ ബന്ധം ഒക്കെ തന്നെ കാണിച്ചിട്ടാണോ ഈ രീതിയിലത്തേക്ക് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ രീതിയിലത്തേക്കുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ശ്രീ പി മോഹനനടക്കം CPMന്റെ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പാർട്ടി വിഷയമല്ല എന്നുള്ളതാണ്. കാരണം പാർട്ടിയിലെ ഏതെങ്കിലും ഒരു അംഗത്വത്തിന് വേണ്ടിയിട്ടോ പാർട്ടിയിലെ ഭാരവാഹിത്വത്തിന് വേണ്ടിയിട്ടോ അല്ല ഇതിൽ കോഴ പറഞ്ഞിരിക്കുന്നത്. അത് PSC എന്ന് പറയുന്ന സംവിധാനത്തിലെ ഒരു അംഗമാകുന്നതിന് വേണ്ടിയിട്ടാണ്. PSC എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൻ്റെതാണ്, ഇവിടെയുള്ള ജനങ്ങളുടേതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർട്ടിയിൽ ഒരു നടപടി എടുത്തുകൊണ്ട് ഹഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി സംസ്ഥാന സർക്കാർ കൂടി ഇടപെടേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ബി ജയരാജ് CPM സഹയാത്രികൻ അദ്ദേഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പ്രതിനിധികളെ അയച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബി ജയരാജ് CPM സഹയാത്രികൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ ബി ജയരാജ്, പാർട്ടി നടപടിയെടുത്തു ശരി തന്നെ, പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ ആ നടപടി നേരിട്ടയാൾ വന്ന് പറയുകയാണ്, എന്താണ് എനിക്കെതിരെ നടപടി ഉണ്ടാവാൻ കാരണം? ഞാനൊരു 5 പൈസ വാങ്ങിയിട്ടില്ല, പിന്നെ എനിക്കെതിരെയുള്ള പരാതി എന്താണ്? ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പണം വാങ്ങിയെന്ന് പാർട്ടിയോട് ചോദിക്കുകയാണ് അയാൾ. എന്തൊരു പ്രതിസന്ധിയിലാണ് പാർട്ടി വന്ന് പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പരാതിയുമില്ല എന്ന് അടുത്ത ദിവസം വരെ പറഞ്ഞിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടുന്ന, അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ഘടകമാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോയത്. അപ്പോൾ ഇത് ആരെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ്? കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തുറന്നു പറയുവാൻ പാർട്ടി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്തു മറയ്ക്കുവാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിനകത്ത് പാർട്ടിയുടെ നടപടികളെല്ലാം സുതാര്യമാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു അഴിമതി ആരോപണം വന്നു. ഇതിപ്പോൾ അഴിമതി ആരോപണം വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. 70 രൂപ ഓട്ടോറിക്ഷ കൂലി മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഓമനക്കുട്ടനെ പരസ്യ വിചാരണ നടത്തിയിട്ട് നാളെ കുറച്ചായതേ ഉള്ളൂ. അതിനുശേഷം വീണ ജോർജിന്റെ ഓഫീസിലേക്ക് നടന്ന അഖിൽ ജോർജും അഖിൽ മാത്യുവും തമ്മിലുള്ള വിഷയം, അങ്ങനെ ആ വിഷയം കുറെ കത്തിപ്പിടിച്ചു. അതിനുശേഷം മനസ്സിലായി ഇത് രണ്ടാളുകളാണെന്ന് മനസ്സിലായി. അതോടുകൂടി ആ വാദഗതി
ഇല്ലാതെ അതിനുശേഷം ഇപ്പോൾ വന്ന ആരോപണമാണ് PSC മെമ്പറാക്കാമെന്ന് പറഞ്ഞിട്ട് 24 ലക്ഷം രൂപ വാങ്ങി. ആ 24 ലക്ഷം രൂപ വാങ്ങിയത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞു. അപ്പൊ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് കാരണമാണ് പാർട്ടി നടപടിയെടുത്തത്. പാർട്ടി നടപടിയെടുത്ത് ഇനി ഗവൺമെന്റ് തല അന്വേഷണം നടക്കും. നേരത്തെ ശ്രീജിത്ത് വാര്യർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പാർട്ടി അന്വേഷണത്തിൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്, ഗവൺമെന്റേതായ രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്. എന്തായാലും ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുള്ള തന്നെയാണ് ഉറപ്പ്. പിന്നെ ഈ പറയുന്നതിനകത്ത് വാസ്തവം എന്താണ്, അയാളുടെ രണ്ട് സൈഡും നമ്മൾ കേൾക്കണ്ടേ. അതിനു മുമ്പ് പെട്ടെന്ന് നമുക്ക് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷനിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇത് ആരെങ്കിലും ചേർന്നിട്ട് ഇതിനകത്ത് തന്നെ ഉള്ളവർ തന്നെ, അതായത് പുറത്തുനിന്നുള്ള ആരും ആവണമെന്നില്ല, ചിലപ്പോൾ ഇതിനകത്തുള്ള ആളുകൾ തന്നെ, ചിലപ്പം ഒരാൾ വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെതിരെ ഉണ്ടായ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചുള്ളവരാവും. ഇതുപോലുള്ള പല പല ആരോപണങ്ങളും പല പാർട്ടിയിലുള്ള നേതാക്കളും. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കുന്ന കാര്യമൊന്നുമില്ല, അപ്പോഴേ നടപടിയെടുത്ത് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടെന്നു കഴിഞ്ഞാൽ അന്നേരം പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. അതിന് എത്ര വലിയ നേതാവായാലും നടപടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ചിലപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ സംശയത്തിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതുണ്ടായിരിക്കും ആ ചെറുപ്പക്കാരനെ പുറത്താക്കിയത്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ അങ്ങനെ പൈസ വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഈ PSC മെമ്പർ ആവുന്നതിന് 24 ലക്ഷം രൂപ കോഴയെന്നൊക്കെ നടാടെയാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അത് സർക്കാർ സംവിധാനമാണ്. അവിടെ മെമ്പർ ആവുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ആ മെമ്പർ ആവുന്നത് കൊണ്ട് എന്ത് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത്? ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഇവരുടെ വരുമാനം എന്താണ്? ഇത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു ഡിസ്പാരിറ്റി ഉണ്ട്. ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ കാറ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പദവി കിട്ടുമായിരിക്കും എന്നുള്ളതല്ലാതെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ധാരാളം ഉള്ള ഒരു പോസ്റ്റ് ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പ്രസ്റ്റീജിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ കൈക്കൂലി ആരോപണം നടത്തിയവർ അല്ല, കൊടുക്കാവുന്ന ഏറ്റവരും വാങ്ങിക്കൊടുക്കാവുന്ന ഏറ്റവരെയൊക്കെ ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് അഴിമതി നിരോധന നിയമം അനുസരിച്ച്. അപ്പൊ അത്തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഗവൺമെന്റിന്റേതായ തലത്തിൽ മുന്നോട്ട് പോകും. താങ്കൾ പറയുന്ന പോലെയല്ല, PSCയുടെ അംഗമെന്ന നിലയ്ക്ക് ശമ്പളവും ന്യായമായിട്ട് തന്നെ ഉള്ളതാണ്, ആനുകൂല്യങ്ങളും വേണ്ടത്ര ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് PSC അംഗം. ഇനി PSC അംഗത്തിന് വേണ്ടിയല്ല ജോലി കൊടുത്തത്, പണം കൊടുത്തത് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് കരുതുക. അങ്ങനെയും ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരണമില്ല. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്, ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്ത് തന്നെ വന്നാലും പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്, പാർട്ടിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പാർട്ടി തുറന്നു പറയണം, അതല്ലാതെ അവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയരുത്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താണ് കളങ്കമുണ്ടാക്കിയത്, എന്ത് സൽപ്പേരാണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം വ്യക്തമാക്കേണ്ടതാണ്. അതല്ലാതെ ഈ കാര്യത്തിൽ ഈ കോഴയെക്കുറിച്ച് ഒരാളുടെ വിശദീകരണം ചോദിക്കുക, അയാൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെളിയിൽ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് പുറത്താക്കുക. ആ ആൾ തന്നെ പറയുന്നു എന്നോട് വിശദീകരണം ചോദിച്ചത് ഈ 22 ലക്ഷം വാങ്ങിയതിനെ കുറിച്ചാണെന്ന്. ഇതാണ് ആകെക്കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറിക്കാൻ ഉള്ള എന്തൊക്കെയോ ഉണ്ട് പാർട്ടിക്കുള്ളിൽ, അത് വിഭാഗീയതയാണെങ്കിലും അങ്ങനെയാണ്. എന്തായാലും മറ്റൊരിടത്തു നിന്നും ഉയർന്നു വന്ന പരാതി അല്ല ഇത്. ഈ പരാതി ഉയർത്തിക്കൊണ്ട് വന്നത് കോഴിക്കോട് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം നേതാക്കളൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല എന്ന്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെയാണ്, അവിടെ നിന്ന് തന്നെ ഉയർന്നു വന്ന കാര്യമാണ്, വെളിയിൽ ആരെങ്കിലും ഉയർത്തിവിട്ടതല്ല ഈ തീ. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഇത് പുറത്തുനിന്ന് ആരും അറിയിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് അതിന്റെ വാർത്ത കൃത്യമായിട്ട് കിട്ടുകയും അതിനുള്ള വാർത്താ സ്രോതസ്സുകളൊക്കെ മാധ്യമങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള മാർഗങ്ങളുണ്ട്. എന്നിട്ടും പറയുന്നത് ഇരുമ്പ് മറയാണെന്നാണ്. യാതൊരു ഇരുമ്പ് മറയില്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ക്രയവിക്രയങ്ങളെക്കുറിച്ച് എല്ലാം സോഷ്യൽ ഓഡിറ്റിങ്ങിന് എപ്പോഴും അതിപ്പോൾ ആരാണെങ്കിലും ശരി തന്നെ, ഇപ്പൊ സുരേന്ദ്രന്റെ കോഴ വിവാദമാണെങ്കിലും ശരി തന്നെ, ആരെന്ത് ചെയ്താലും അതിനെല്ലാം ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതിനെക്കുറിച്ചൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാഥമികമായ രീതിയിൽ അദ്ദേഹത്തിന് നടപടിയെടുത്തതിന് ശേഷം ഗവൺമെന്റ് തല അന്വേഷണം നടക്കും. ഗവൺമെന്റ് തല അന്വേഷണം സുതാര്യമായിട്ട് തന്നെ നടക്കും. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കൈക്കൂലി കൊടുത്തവരും കൈക്കൂലി വാങ്ങിയവരും എല്ലാം അഴിമതി നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും.
അതാണ് അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സംശയലേശമന്യേ പാർട്ടി സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇപ്പൊ കോൺഗ്രസിലായിരുന്നെങ്കിലോ BJPയിലായിരുന്നെങ്കിലോ ഏതെങ്കിലും നേതാക്കന്മാരെ ഇതുപോലെ നടപടിയെടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. എന്നാൽ അവിടെയൊന്നും അഴിമതി നടക്കുന്നില്ലേ? ധാരാളം അഴിമതികൾ നടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസും ഈ പറഞ്ഞ കണക്കല്ല NDAയും BJPയും ഒക്കെ. പക്ഷെ എന്നാൽ പോലും അവരെ എങ്ങും നടപടിയെടുക്കില്ല. പാർട്ടി അത് കൃത്യമായിട്ട് നടപടിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പൊതുജനമധ്യത്തിൽ ചർച്ചയാവുന്ന കാര്യം. നമുക്ക് ഇതിനകത്ത് കള്ളത്തരം ഒന്നും ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കട്ടെന്നേ. അതിനകത്ത് ആരെയും പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഒരു കാരണവശാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് എന്റേതും. കുറ്റം ചെയ്തിട്ടുള്ളവനാണ് ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. ഇത് എത്രയോ മാസങ്ങളാണ് ഈ പാർട്ടി ഈ പരാതി മൂടി വെച്ചത് എന്നതിൽ തന്നെ ഇതിലെന്തോ മറയ്ക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാതായി ഒരു കാര്യമായി മാറിയിരിക്കുകയാണല്ലോ. ഒടുവിൽ ഈ മുഹമ്മദ് റിയാസ് തന്റെ പേര് വലിച്ചഴിക്കുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി പോയപ്പോഴാണ് പിന്നെ ഇത് ചർച്ചയിലേക്ക് വന്നത്. പാർട്ടിയിൽ നിന്ന് ഈ പരാതി പുറത്തേക്ക് വന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കാരണമാണ്. അതൊന്നുമല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ മൂടപ്പെട്ടു പോകാവുന്ന ഒരു കാര്യമായിരുന്നു ഇതും ബോധ്യമുള്ള കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു വിഷയം CPM കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റന്റ് ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്വയം തിരുത്തലിന് വിധേയമാകുന്ന ഒരേ ഒരു പ്രസ്ഥാനം CPM ആയിരുന്നുവെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം ചോദിക്കണമായിരുന്നു. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വിഷയവുമായിട്ട് അയാളുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വയം തിരുത്താൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം അവിടെ ഒരു വിശദീകരണം ആവശ്യപ്പെടുന്ന സമയത്ത് ശ്രീ പ്രമോദിന് നൽകുന്നത്? ഇത്രയും കാലം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിട്ടും നടപടി എടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശദീകരണം ആരായുന്നത് പോലും മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ ശ്രീ P. മോഹനന്റെ വാക്ക് കടമെടുത്താൽ കോലാഹലം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഇത്തരത്തിൽ ഒന്ന് അനങ്ങി എന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന്റെ അർത്ഥം എന്തായാലും ഈ PSC വഴി അംഗത്വ നിയമനമാണ് എങ്കിലും ഒരു ജോലി നിയമനമാണെങ്കിലും ഇത് രണ്ടും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് ശ്രീ ജയരാജ് അംഗീകരിക്കുമല്ലോ. അപ്പോൾ അതിൽ ബന്ധമില്ലാത്ത ഒരു വിഷയവുമായി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിശദീകരണം ആരായുന്നു. അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ഒരുപക്ഷെ കേൾക്കുന്നു. എന്നിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഡിസിഷൻ എന്താണോ അതിലേക്ക് അവരെത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ദിവസം മുമ്പ് ഇതൊരു വിഷയമായി വന്നിരുന്ന സമയത്ത് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എന്ന രീതിയിൽ മറ്റൊരു വിഷയത്തിലാകും നടപടി ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കുന്നതിന് ഐൻസ്റ്റൈൻ്റെ ഐക്യമൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റന്റ് ഉണ്ട് എന്ന് CPM ഈ വിഷയത്തിൽ തെളിയിക്കാനായിട്ട് പരാജയപ്പെടുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കന്മാർ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് മറ്റൊരു വിഷയം ഉന്നയിച്ചിട്ട് അതിനെ മുൻനിർത്തിയിട്ടാണെങ്കിലും ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് വീണ്ടും ഇത് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല, പാർട്ടി തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വിഷയമല്ല. ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് നിരവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് അംഗത്വത്തിന് വേണ്ടിയിട്ടാണോ അതോ നിയമനത്തിന് വേണ്ടിയിട്ടാണോ? രണ്ടാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അല്പം മുമ്പ് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ. ഇനി ഇത് ആദ്യമായിട്ടാണോ? നമ്മളത് അറിയേണ്ടതല്ലേ? അതിനൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അല്ലാതെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനെ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ല. പാർട്ടിയുടെ ഇന്റന്റ് ഇല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം മുമ്പ് ഇതേപോലെ സമാനമായ കാര്യത്തിൽ ആർക്കെങ്കിലും നിയമനം നൽകാമെന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ? ആർക്കെങ്കിലും നിയമനം നൽകിയിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് പരാതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു സ്വത്താണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു എന്റർപ്രൈസ് എന്ന രീതിയിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് PSC. അങ്ങേയറ്റത്തെ വിശ്വാസ്യത ഉണ്ടാകേണ്ടുന്ന ഒരു സ്ഥാപനമാണ് PSC. ആ PSCയുമായി ബന്ധപ്പെട്ട് ഈ തർക്കം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ ചേർന്ന് തീരുമാനിച്ചിട്ട് ഒരാളിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അങ്ങ് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വെള്ളപൂശി ബാക്കിയുള്ളവരെല്ലാം തന്നെ ഹരിചന്ദ്രന്മാരെ മാറുമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെയല്ല. അപ്പോൾ ഇതിനെ ഒരു സംസ്ഥാന വിഷയമായിട്ട്, ഒരു പൊതുവിഷയമായിട്ട് പാർട്ടി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. ഇനി 2, ശ്രീ ജയരാജ് തന്നെ ഈ വിഷയത്തിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശ്രീ പ്രമോദിന് സ്വാഭാവിക നീതി കിട്ടിയില്ല എന്നല്ലേ തോന്നുകയുള്ളൂ. കാരണം അദ്ദേഹം പറയുന്നത് സംശയത്തിന്റെ നിഴലിലാണ് എന്നതുകൊണ്ട് നടപടിയെടുത്തു. ഞാൻ പറയുന്നത് സംശയത്തിന്റെ നിഴലിലാണ് എങ്കിൽ, അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് എങ്കിൽ അതിനുള്ള ചില പ്രൊസീജിയർ ഉണ്ടല്ലോ.
അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യമേ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ AC മൊയ്തീനെതിരെ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ, ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിയതിനു ശേഷമാണോ ശരി ഇനി അന്വേഷണം നടക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നത്? ED ചോദ്യം ചെയ്തിരിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് കരുവന്നൂരും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ആ വിഷയത്തിൽ എല്ലാവരും തന്നെ ഇവർ നമ്മുടെ പാർട്ടിക്കാരാണല്ലോ, സംശയത്തിന്റെ നിഴലിലാണല്ലോ, ഒരു ഏജൻസി സംശയിക്കുന്നല്ലോ, മാറ്റി നിർത്തിയേക്കാം എന്നല്ല തീരുമാനിച്ചത്. ഇവിടെ അപ്പോൾ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് ഇതിൽ കൺവിക്ഷൻ ഉണ്ട്, രണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, ഇത് അങ്ങേയറ്റത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളി ഇതിൽ നടന്നിരിക്കണം, മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഇത്. ഉറപ്പാണ്, കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല ഡോക്ടർ B. ജയരാജ്, ഇത് പാർട്ടി കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല. അങ്ങനെ പാർട്ടി കോടതി തീരുമാനിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമായിട്ട് ഇതിനെ കണക്കാക്കാനേ പാടില്ല. ഇതിപ്പോൾ പ്രമോദ് കോട്ടൂളി ഈ നടപടി അങ്ങ് അംഗീകരിച്ച് മിണ്ടാതിരുന്നുവെങ്കിൽ CPM-ന് ഞങ്ങൾ നടപടിയെടുത്തു, ഞങ്ങൾ മാത്രമല്ലേ ഇങ്ങനെ നടപടിയെടുക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ ഉള്ളൂ, പാർട്ടി ഉള്ളൂ എന്ന വീമ്പ് നടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലും സാധിക്കുന്നില്ല. കാരണം അവിടെ ഈ പാർട്ടി നടപടി നേരിട്ടയാൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പോലീസിലേക്ക് പോകണം സ്വാഭാവികമായിട്ടും. പക്ഷെ ആരന്വേഷിക്കാനാണ്? യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി? തീർച്ചയായിട്ടും ഈ മഞ്ജുഷ് പറഞ്ഞ കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. പാർട്ടിയുടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പാർട്ടിയുടെ അന്വേഷണം അതിൻ്റെതായ വഴിക്ക് പോട്ടെ, അത് പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ഒരു അഴിമതി സംബന്ധിച്ച ഒരു വിഷയം അന്വേഷിക്കേണ്ടത് ഗവൺമെന്റാണ്. അത് പോലീസ് അന്വേഷിക്കുകയും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കിട്ടുകയും ചെയ്യും. അതല്ലാതെ നമുക്ക് എടുത്തു ചാടി ഇപ്പം ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് സമഗ്രമായ ശ്രീത് വാര്യർ നേരത്തെ പറഞ്ഞ കണക്കോലെ ഇത്തരത്തിലുള്ള അഴിമതികളുടെ മുഴുവൻ സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ. ഇത്തരം ആളുകൾ പല തലങ്ങളിലും എല്ലാ പാർട്ടികളിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ. പൊതുസമൂഹത്തിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള തൊഴിൽ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്നവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, ധാരാളമായിട്ടുള്ളത്. തഴച്ചു വളരുന്ന ഒരു വ്യവസായം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വിദേശത്ത് കൊണ്ടുപോയി ജോലി മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കിഡ്നി വരെ വിറ്റിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആളുകളെ ഡോണേഴ്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി അവിടുന്ന് ഇതുപോലെ അവരുടെ അവയവദാനം ഇവിടെ നടക്കാത്തതുകൊണ്ട് വേറൊരു രാജ്യത്ത് പോയി അവയവദാനം നടത്തിയ ഒരു റാക്കറ്റിനെ അടുത്ത സമയത്ത് പിടികൂടിയതേ ഉള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള ഫ്രോഡലന്റ് ആക്ടിവിറ്റീസും സ്റ്റേറ്റിൽ മാത്രമല്ല ഇപ്പോഴത്തെ സമൂഹത്തിൽ ശ്രീ സേനാപതി വേണു, ഇത് അങ്ങനെ ഒരു ജോലി തട്ടിപ്പ് മാത്രമായിട്ട് ചുരുക്കാൻ പറ്റുമോ? അങ്ങനെ ചുരുക്കുവാനുള്ള ഒരു ശ്രമവും, ജോലി തട്ടിപ്പ് എന്ന രീതിയിൽ ചുരുക്കുവാനുള്ള ശ്രമവും CPM നടത്തിയിരുന്നു. അതിലും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ചുരുക്കാൻ കഴിയുമോ ശ്രീ സേനാപതി? അല്ല, ഇവിടെ ഇപ്പോ ഡോക്ടർ ജയരാജ് പറഞ്ഞു ഇതിനെക്കുറിച്ച് അന്വേഷണം പിന്നെ എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം നടത്തേണ്ടുന്നത്? അല്ല കേട്ടോ ഡോക്ടർ ജയരാജ്, ഇവിടെ ഇപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ പരാതി ഉന്നയിക്കേണ്ട ആളുകൾ ആരാണ്? ഡോക്ടർ ദമ്പതിമാരാണ്. കാരണം അവർക്കാണ് പണം നഷ്ടപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് പണം തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്തിനാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടതുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് ഡോക്ടർ ജയരാജ് പറയുന്നത്. ഡോക്ടർ ജയരാജ്, എന്താണ് ആ പ്രാഥമികമായിട്ട് ചെയ്തിരിക്കുന്ന പ്രഥമ ദൃഷ്ടിയാ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം? അത് പൊതുസമൂഹത്തോടൊന്ന് പറയണ്ടേ? 22 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യമെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയണ്ടേ? PSC-യിൽ അംഗത്വം കൊടുക്കാൻ അല്ല ജോലിക്കാണെന്ന് വിചാരിച്ചു, അതിന്റെ പേരിൽ പണം പിരിക്കാൻ CPM-നോ അല്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അതല്ലേ നമുക്കൊന്ന് അറിയേണ്ടത്. PSC പോലെ എന്താ പറഞ്ഞ നിഷ്പക്ഷമായി സ്വതന്ത്രമായി ഉദ്യോഗാർത്ഥികളുടെ മെറിറ്റ് മാത്രം നോക്കിക്കൊണ്ട് ജയരാജ് പറഞ്ഞ ഒരു കാര്യം, നടാടെയാണ് ഇങ്ങനെ ഒരു ആരോപണം. അല്ല, INL-ന്റെ ഒരു മലബാറിൽ നിന്നുള്ള ഒരു നേതാവ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് 50 ലക്ഷത്തിന് ലേലം വിളിക്കുന്നു. NCP-കാരൻ ഇത് പറഞ്ഞില്ലേ, അവർ പരസ്യമായിട്ട് പറഞ്ഞല്ലേ, തോമസ് കെ തോമസിന്റെ ആളുകൾ ഇവിടെ ഇതിനകത്ത് PSC അംഗത്തെ ലേലം വിളിക്കുകയാണ്, ഒരാളെ നിയമിക്കുന്നതിന് വേണ്ടി ഇത്ര ലക്ഷം രൂപയാണ് എന്നുള്ളത്. ഇത് നടാടെയുള്ള സംഭവമല്ല. ഇത് കേരളത്തിൽ വലിയൊരു കളങ്കമായി മാറിയിരിക്കുക. അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതെന്താ ഒരു പദവിക്ക് വേണ്ടിയാണോ? അല്ല, അവസാനത്തെ ഇന്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂയും മറ്റു കാര്യങ്ങളിലും PSC മെമ്പർമാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, വഴിവിട്ട പല സഹായങ്ങളും ചെയ്യാൻ പറ്റും. ആ വഴിവിട്ട സഹായങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥിയിൽ നിന്ന് പ്രതിഫലം പറ്റുന്നതിന് വേണ്ടി അതിനാ പല ആളുകളും ഈ കോഴയൊക്കെ കൊടുത്ത് അംഗങ്ങളാകുന്നത്. അങ്ങനെ അംഗത്വത്തിന് വേണ്ടി 22 ലക്ഷം രൂപ പിരിക്കാൻ CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ അംഗത്തിന് എവിടെ നിന്ന് അധികാരം വന്നു, എവിടെ നിന്ന് ധൈര്യം വന്നു? ഞാൻ ജയരാജനോട് വീണ്ടും ചോദിക്കുന്നു, ആയിരക്കണക്കിന് ഏരിയ കമ്മിറ്റി അംഗങ്ങളുള്ള ഈ പാർട്ടിയിൽ
ഏതെങ്കിലും ഒരു ഉന്നത നേതാവിന്റെ പേരോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാതെ ഈ പ്രമോദ് കോട്ടോളി എന്ന് പറയുന്ന ഒരാൾക്ക് ഈ പൈസ മേടിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ ആരാണ് പ്രമോദ് കോട്ടോളിയുടെ ഗോഡ് ഫാദർ? അത് അന്വേഷണത്തിലൂടെ പുറത്തു വരണം. ഇത് പുറത്തു വരികയല്ല. കാരണം എന്താ? പരാതിക്കാരന് ഇപ്പൊ പരാതിയില്ല, അവന്റെ 22 ലക്ഷം രൂപ അവന് തിരിച്ചു കിട്ടി. ഇനി സത്യസന്ധമായി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടക്കണമെങ്കിൽ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, അതിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി, അവർ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഇവരെ എല്ലാം നല്ലതുപോലെ ചോദ്യം ചെയ്താൽ ഇതെങ്ങോട്ടാണ് വടക്കു നോക്കി യന്ത്രത്തിന്റെ സൂചി കറക്കി അവസാനം വിട്ടതുപോലെ ഇതെങ്ങോട്ടാണ് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പ്രമോദ് കോട്ടോളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി പരാതിക്കാരന്റെ മൊഴി ഇനി പോലീസ് എടുത്താൽ എനിക്ക് പരാതിയില്ല, അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നു, ജയരാജനെ പോലുള്ള ആളുകൾ വിചാരിക്കുന്നുവെങ്കിൽ ഈ പ്രശ്നം അവസാനിക്കില്ല. ഈ പ്രശ്നം ഇതൊരു ഐസ്ബർഗിന്റെ മഞ്ഞുമലയുടെ ഒരു അരികു മാത്രമാണ്. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് അഴിമതികൾ CPM-ഉം CPI ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പത്തനംതിട്ട എന്നൊരു വാർത്ത വന്നല്ലോ. ഒരു സപ്ലൈ എന്താ പറഞ്ഞ GSOയ്ക്ക്, താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ട്രാൻസ്ഫറിന് വേണ്ടി 1 ലക്ഷം രൂപ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും ഈ യൂണിയനിൽ പെട്ടതാണല്ലോ, ജോയിന്റ് കൗൺസിൽ പെട്ടതാണ്, യൂണിയനൊക്കെ അവിടെ ഇരുന്നോട്ടെ, കാര്യം നടക്കണമെങ്കിൽ 1 ലക്ഷം രൂപ. അപ്പോ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അഴിമതിയെ അങ്ങ് എന്താ പറഞ്ഞേ, അതിനെ അങ്ങ് സാർവത്രീകരിച്ചിരിക്കുകയാണ്. അഴിമതി നടത്തുന്നതോ ഇല്ലെങ്കിൽ പണം കൈപ്പറ്റുന്നതോ ഒന്നും ഒരു കുറ്റകൃത്യമല്ല എന്നൊരു നിലയിലേക്ക് അതിനെ CPM കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കുക, ആ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാർട്ടിക്കും പാർട്ടിക്കാർക്കും അവസരങ്ങൾ ചെയ്തു കൊടുക്കുക. ആ അവസരങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ ഒന്നാണ് ഒരു ഏരിയ കമ്മിറ്റിയുടെ അംഗം, അതും PSC അംഗത്വം. ഇനിയിപ്പം ഏതെങ്കിലും സപ്ലൈകോയില് ഒരു താൽക്കാലിക നിയമനം, ഒരു സ്വീപ്പറുടെ പോസ്റ്റ്, ഒരു അറ്റൻഡറുടെ പോസ്റ്റ്, അതിനുവേണ്ടി 10,000, 15,000, 10,000, 25,000 മേടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും പവിത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ PSC. ആ PSCയിൽ 2-2.25 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം, ബീക്കൺ ലൈറ്റ് വെച്ച വണ്ടി, ജീവിതകാലം മുഴുവൻ പെൻഷൻ, ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ചികിത്സാ ചെലവ്, ഇതെല്ലാം കിട്ടുന്ന ആധുനികമായ ഒരു സംവിധാനമാണ് PSCയിലെ അംഗത്വം. ആ PSCയിലെ അംഗത്വം മാർക്കറ്റിൽ മീന് വില പറഞ്ഞ് വിൽക്കുന്നത് പോലെ വിറ്റതിന് ശേഷം ഇപ്പോ പ്രമോദ് കോട്ടൂളി ചോദിക്കുക, എന്റെ പേരിലുള്ള ചാർജ് എന്താണ്, എന്നെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എന്ന് പ്ലക്കാർഡും പിടിച്ച് പൈസ കൊടുത്തവന്റെ വീട്ടിൽ തമാശയാണ്. പാർട്ടിയിൽ നടക്കുന്ന ഭയങ്കര തമാശയാണ്. കോഴിക്കോട് CPM-ൽ നടക്കുന്നത് പോലെയുള്ള തമാശ അടുത്ത സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പാർട്ടിയോട് ഒരു ഏരിയ കമ്മിറ്റി അംഗം ചോദിക്കുകയാണ്. 22 ലക്ഷത്തിന് ലേലം വിളിച്ചു എന്നുള്ള കാര്യം തുറന്നു പറയുവാനായിട്ട് ഈ പാർട്ടിക്ക് കഴിയാതെ പാർട്ടി മുടന്തി നിൽക്കുന്ന കാഴ്ചയും കാണുന്നു. അവിടെ ആ കളങ്കം എന്താണ് എന്ന് തുറന്നു പറയുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ യശസ് ഇനിയും താഴ്ന്നു പോവുകയേ ഉള്ളൂ. ഡോക്ടർ B. ജയരാജ് ആ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മുഖത്ത് നോക്കി പറയണം, നിങ്ങൾ ചെയ്ത കുറ്റം ഇതാണ് എന്ന്. അത് പറയാനുള്ള ആർജവും പാർട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ആ പ്രമോദ് കോട്ടുള്ളിയുടെ മറവിൽ ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ ഈ പറയുന്ന കോട്ടുള്ളി എടുത്ത് വെളിയിലിടും. ആ ഒരു പേടി പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി പതുങ്ങിയിരിക്കുന്നത്. ഒരു കളങ്കം എന്നുള്ള പേര് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ, ഒതുക്കാൻ നോക്കുന്നല്ലോ, അത്രയേ ഉള്ളൂ. മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന്, ഈ അധികാരത്തിന്റെ ഇടനാഴികളിൽ എല്ലാ കാലത്തും തരകന്മാരുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളുടെ നിന്ന് പൈസ മേടിക്കുന്ന പലയധികം ആളുകളെ പല പല സർക്കാരുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിലൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരെ മുട്ടിയിട്ട് നമുക്ക് ഈ തരകന്മാരെ മുട്ടിയിട്ട് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നടത്തിയ അഴിമതിയുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അവതാരങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഈ അവതാരങ്ങൾ ഉണ്ടാവുകയില്ല, അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടിയത് ആരാണ്? ഇപ്പോൾ അവതാരങ്ങളല്ല, അവതാരങ്ങളുടെ പരമാവധി. ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്നറിയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പരമാവധി നമ്മൾ ഈ പൊതുസമൂഹത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കാർന്നു കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു രോഗാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഇതെല്ലാം കാണിച്ചു തരുന്നത്. അതിപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കയ്യിൽ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് പൊതുജനങ്ങളും ഈ കാശ് കൊടുക്കാൻ നിൽക്കുന്നവനും കുറ്റക്കാരനാണ്, ഒരേപോലെ കുറ്റക്കാരനാണ്. കാശ് വാങ്ങിക്കുന്നവനും ചോദിച്ചു വാങ്ങുന്നവനും അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നവനും കുറ്റക്കാരനാണ്. ഇവരെല്ലാം ഒരേപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. താൻ പൈസ കൊടുത്താൽ വളഞ്ഞ വഴിയിലൂടെ കാര്യം നടക്കുമെന്ന് കരുതുകയും അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടി വിചാരിച്ചാൽ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ, ഈ പാർട്ടി വിചാരിച്ചാൽ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ, ഭരണകക്ഷി വിചാരിച്ചാലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയിൽ ആ LDF-ൽ പെട്ട പാർട്ടികൾ തന്നെയാണ്. അപ്പോൾ മാത്രമേ ഇപ്പോൾ ഉത്തരവാദികളായിട്ടുള്ളൂ. അവരാണ് പറയേണ്ടത്. അല്ലാതെ അവിടെ ന്യായീകരണത്തിനല്ല പ്രസക്തി.
തീർച്ചയായിട്ടും അത് എടുത്തു ചാടി നമുക്കിപ്പോ ഒരു സംഭവം നടക്കുന്ന ഉടനെ അതിന്റെ അന്യായങ്ങൾ അന്വേഷിക്കാതെ, കൃത്യമായ അന്വേഷണം നടത്താതെ, പോലീസ് അന്വേഷണം നടത്താതെ എന്നും എന്താണ് ഇതിന്റെ ഉദ്ദേശം, ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത്, ഇത് എയിം ചെയ്യുന്നത് ആരെയാണ്, ആരെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു പോലീസ് അന്വേഷണം തന്നെ വേണ്ടിവരും. ആ പോലീസ് അന്വേഷണം അത് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ FIR ഇട്ടില്ലെങ്കിലും അല്ലാത്ത രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായിട്ട് ഇത് പൊതുജന മധ്യത്തിൽ തന്നെ ഇതിനൊക്കെയുള്ള മറുപടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനം വിളിച്ച് തന്നെ പറയും. അതിനകത്ത് യാതൊരു മടിയും പാർട്ടിക്കില്ല. കാര്യം അഴിമതിക്കാരെ ഒരു കാലത്തും എന്ന് ഉറച്ച ഒറ്റ വാചകത്തിൽ ഒരു കടലാസിൽ ഒറ്റ വാചകം എഴുതിയിട്ട് ഇതാണ് നടപടി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പാർട്ടിയാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ. അതെ, അല്ല നോക്കൂ ശ്രീ ജയരാജ്, നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് പാർട്ടിക്ക് വേണ്ടി ഈ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം എന്താണ് എന്ന് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ശ്രീ പി മോഹനൻ, പാർട്ടിയുടെ ആളാണ്. മറുഭാഗത്ത് ഇതിന് വിധേയനായിരിക്കുന്ന പ്രമോദ് കോട്ടുളിയുണ്ട്. നോക്കൂ, ഈ രണ്ടാൾക്കാരും എന്തു വിഷയമാണ് ഈ നടപടി എന്നതിൽ പോലും ഇവർക്ക് ഐക്യമില്ല. ശ്രീ ജയരാജ് അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ പറയുന്നു ഈ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള PSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ഇദ്ദേഹത്തിനെതിരെ നടപടി എന്ന് പറയുന്നു. എന്നാൽ പ്രമോദ് പറയുന്നു ആ വിഷയത്തിലാണ് നടപടി. അതിൽ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് പണം കൊടുത്തു എന്ന് പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം മാത്രമായിരിക്കില്ല, മറ്റാരെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നതിന്റെ ധ്വനി. ഒന്നുകിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല, അല്ലെങ്കിൽ ഇത് വാങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റാരൊക്കെയോ കൂടി ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീ പി മോഹനൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം എടുക്കൂ ശ്രീ ജയരാജ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, മാധ്യമങ്ങൾ പറയുന്ന കാര്യമേ അല്ല, അത് വെറും കോലാഹലം മാത്രമാണ്. എങ്കിൽ എന്റെ ചോദ്യം, താങ്കൾക്കെങ്കിലും അറിയുമോ എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞു. എന്താണ് ആ വിഷയം? താങ്കൾക്ക് പറയാൻ കഴിയുമോ? താങ്കൾ ഇവിടെ പാർട്ടിയുടെ നടപടിയെ ന്യായീകരിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്നുള്ള ഒരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ താങ്കൾ പറയുന്നു. ശരി, എങ്കിൽ എന്തായിരുന്നു ആ കുറ്റം? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നതാണോ? അതെ, ഇത് ന്യായമായൊരു ചോദ്യമാണ്. എന്താണ് ഇതിനകത്ത് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ചാണ്. മറ്റേയാൾ പാർട്ടിയിൽ നിന്ന് നടപടി എടുത്ത് പുറത്തുപോയ ആളാണ്. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പി മോഹനന്റെ വാക്കുകളാണ്. അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുടെ ക്രയവിക്രയങ്ങൾ നാട്ടിലെല്ലാം നടക്കുമല്ലോ. അപ്പൊ ഇതിനകത്ത് പല രീതിയിലും പല ഇടപാടുകളും നടക്കും. പല ഇടപാടുകളെന്നുള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില കുറച്ച് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലങ്ങൾ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ കുറെ അധികം സ്ഥലങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവരുടെ സ്വാധീനവും ഇവരുടെ കഴിവും ഇവരുടെ സാമൂഹ്യ ബന്ധങ്ങളും ഇവർ ഉപയോഗിക്കും. ഇവർ മുന്നിൽ നിന്നുകൊണ്ട് ബ്രോക്കർമാർ പിന്നിലുണ്ടാവും. ബ്രോക്കർമാർ ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല, എല്ലാ സ്ഥലങ്ങളിലും ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ ഈ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും സ്വത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾക്കൊന്നും പാർട്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരെ സഹായിക്കാനും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീല് നടത്താനും ഒന്നും പാർട്ടി പറയുന്നില്ല. ശ്രീ മഞ്ജുഷ്, ഇവിടെ ജയരാജ് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോധ്യവും ഊഹവുമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, മറ്റേ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതെനിക്കും അറിയാം. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ ഇപ്പോൾ താങ്കളോട് ഇത് ചോദിച്ചപ്പോൾ ആർക്കെങ്കിലും പണം ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ട് ആ സ്ഥലം ശരിയാക്കി കൊടുത്തില്ല എന്നുള്ളതാണോ? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ എക്സ്റ്റൻഷനാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. താങ്കളും പറഞ്ഞത് ഇത് ഊഹമാണ്. ഞാൻ ചോദിക്കുന്ന ഊഹമല്ല. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും CPM പറഞ്ഞിട്ടില്ല. ഇന്ന കാര്യത്താലാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നതെന്ന് പി മോഹനൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളുടെ ഊഹമല്ല ചോദിച്ചത്, എനിക്ക് ഊഹമുണ്ട്. ഞാൻ പറയുന്നത് ഒരാളിനെതിരെ ഏറ്റവും കാർക്കശ്യമുള്ള ഒരു നടപടി പാർട്ടി എടുക്കുമ്പോൾ അതിന്ന് കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ എന്തായിരുന്നു അയാൾ ചെയ്തിരുന്ന ആ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമായിട്ടുള്ള അച്ചടക്ക വിരുദ്ധ നടപടി എന്താണ് എന്ന് താങ്കൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. താങ്കൾക്കറിയില്ല, ഊഹം മാത്രമേ ഉള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും അറിയില്ല, ഊഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ നടപടിക്ക് നടപടി എടുത്തു കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പൊ ഒരാൾക്കെതിരെ പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ നാളെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ന കാരണങ്ങളാണ് എന്നുള്ളതിന് മുമ്പ് പാർട്ടിയിൽ ഒരു റിപ്പോർട്ടിംഗ് നടക്കും.
ആ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടും, ജില്ലാ സെക്രട്ടേറിയറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യും, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്യും, ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ ലെവലിൽ വരും, ലോക്കൽ ലെവലിൽ നിന്ന് ബ്രാഞ്ച് ലെവലിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത് പൊതുസമൂഹത്തോട് തുറന്നു പറയത്തുള്ളത്. അതിനൊരു സമയമെടുക്കും. പിന്നീട് സമ്മേളന കാലയളവിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കും. എന്തിനാണ് അയാളെ എന്നുള്ളത് ഓരോ സഹാക്കളും ചോദിക്കും. അല്ലെങ്കിൽ സംശയമുള്ള ആളുകളുടെ എല്ലാ സംശയം ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യം പോകത്തുള്ളൂ. അല്ലാതെ എടുത്തു ചാടി ഇന്ന് പുറത്തെടുത്തു ഇന്ന കാരണം കൊണ്ടാണ് പുറത്താക്കിയതെന്നൊന്നും ഒരു നേതാവിനെ പുറത്താക്കിയപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. നമുക്ക് വലിയ വലിയ നേതാക്കന്മാര് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടല്ലോ. അന്നേരമൊക്കെ അതിനൊരു പ്രോസസ് ഉണ്ട്. അതിൽ എടുത്തു ചാടി ഇപ്പൊ പോയിന്റ് ചെയ്ത് എന്തിനാണ് പുറത്താക്കിയത് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് നാളെ വന്നിട്ട് പത്രക്കാരെ വിളിച്ച് പറയല്ല. പാർട്ടിയുടെ രീതിയേ അല്ല. അതിന് അതിന്റേതായ രീതിയുണ്ട്. ആളിനും അറിയില്ലെന്നേ, അതല്ലേ പ്രശ്നം. പുറത്താക്കപ്പെട്ട ആളിന് അറിയില്ല. ചിലപ്പോൾ പുറത്താക്കപ്പെട്ട ആള് പറയും ഞാനൊന്നും ചെയ്തില്ല, എന്നെ എന്തിനാണ് പുറത്താക്കിയത്, ധിക്കാരം കൊണ്ടാണ്. ഞാൻ ഒരു കാര്യം ഈ വലിയ വലിയ താങ്കൾ ഈ പറഞ്ഞ അതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. CPM ഇതിനു മുമ്പ് പുറത്താക്കിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടല്ലോ. താങ്കൾ പറഞ്ഞ ഞാൻ സമ്മതിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് കാരണം പറഞ്ഞിട്ടില്ല. എത്ര പേര് പോയി കുത്തിയിരിപ്പ് നടത്തിയിട്ടുണ്ട്? പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുന്നു, അകാരണമാണ് എന്ന് പറഞ്ഞിട്ട് കുത്തിയിരിപ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരുടെ ഒരു 2-3 പേരുടെ പേര് പറയുമോ? എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കമ്മിറ്റിയിൽ നിന്ന് മതി, പറയുമോ? ഇല്ല. അതിനർത്ഥം ഈ വിഷയം വ്യത്യസ്തമാണ് എന്നാണ്. ഇവിടെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആളിന് പോലും അറിയില്ല എന്തിനാണ് പുറത്താക്കിയിരിക്കുന്നത് എന്ന്. അതുകൊണ്ടല്ലേ കുത്തിയിരിക്കാൻ പോകുന്നത്. പോയവരുണ്ട്. വേറെ മറ്റു പാർട്ടി പോകുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇവിടെ കുത്തിയിരിപ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് പുറത്താക്കിയത്. അല്ല, ഇത് ഉടൻ തന്നെ ആ പ്രതികരണം വന്നിരിക്കുകയാണ്. ഡോക്ടർ ബി ജയരാജ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ആരോപണ വിധേയനായ പുറത്താക്കപ്പെട്ടയാൾ പരസ്യമായി പാർട്ടിയെ വെല്ലുവിളിച്ച് വരിക എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് നടത്തിയത് എന്ന് അയാൾ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്നെ ബലിയാടാക്കുകയാണെന്ന് അയാൾ പറയുന്നു. ഇത്രയേ ഉള്ളൂ. പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അത് ആർക്കാണ് കളങ്കം വരുത്തുന്നത്? പാർട്ടിക്ക് കൂടുതൽ കളങ്കമാണ് വരുത്തുന്നത്. ഇപ്പോഴത്തെ കളങ്കത്തിന്റെ അപ്പുറത്ത് കളങ്കം വരുത്തുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൂടുതൽ കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുറത്താക്കിയത്. അല്ല, അപ്പോൾ അതിനേക്കാൾ കളങ്കമാണ് അടുത്ത നിമിഷം വന്നിരിക്കുന്നത്. പുറത്താക്കിയത് ഡോക്ടർ ബി ജയരാജ്, അതിനേക്കാൾ കളങ്കമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പാർട്ടി നടപടി എടുത്ത് പുറത്താക്കിയത് എന്താണെന്നും പൊതുജനത്തിനോട് പറയും. അതിനു മുമ്പ് പാർട്ടിയിലുള്ള റിപ്പോർട്ടിംഗ് കഴിയട്ടെ. റിപ്പോർട്ടിംഗ് കഴിയുന്ന അതിന് സമാന്തരമായിട്ട് തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഒരു അന്വേഷണവും നടക്കുന്നില്ല. ശരി ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി ഡോക്ടർ ബി ജയരാജ്, ശ്രീ സേനാപതി വേണു, ശ്രീ ശ്രീ പണിക്കർ. ഇന്നത്തെ ഫൈൻ ഡിബേറ്റിലെ ചോദ്യമായിരുന്നു PSC കോഴയ്ക്ക് പിന്നിൽ പ്രമോദ് കോട്ടൂളി മാത്രമോ? അതേ എന്ന് 15% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 81%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. തുടങ്ങിയ മുംബൈയിലെ വളരെ